ഹായ് ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്യോർ കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്ന ഇതാണ് കേട്ടോ. നല്ല പ്യോർ കോട്ടണിൽ ഹക്കോബ പാറ്റേൺ ഓഫ് വൈറ്റ് ആണ് കളർ ഷെയ്ഡ് വരുന്ന ആ ഒരു ഹക്കോബയുടെ പാറ്റേൺ കൂടി വരുന്നത്. നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള ഒരു പാറ്റേൺ ആണ്. അതുപോലെ ഹക്കോബ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല പ്യോർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നു. ഇതുപോലെ യോക്കിൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ആപ്ലിക് വർക്ക് പോലെ ചെയ്തേക്കുന്ന വർക്കാണ്. കോട്ടൺ തന്നെ മെറ്റീരിയൽ. അതിനൊരു ബ്ലാക്കിന്റെയും ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിന്റെയും കോമ്പിനേഷനിലാണ് അത് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുടെ ചെറിയൊരു സ്വീക്വൻസിന്റെ വർക്ക് മിറർ വർക്ക് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. അതിന്റെ ചുറ്റിലും ഇതുപോലെ പ്രിന്റുകളും വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ പ്രിന്റുകളും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഡാമൻ ഏരിയയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ആ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകൾ ഇതുപോലെ ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നല്ല കുഞ്ഞൊരു ലേസ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട്, ബാക്ക് സൈഡിൽ ഈ ഹക്കോബയുടെ പാറ്റേൺ വരുന്നില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പിന് നമുക്ക് 47-48 ആണ് നമുക്ക് ലെങ്ത് വരുന്നത്. ഷോള് വരുന്നത് പ്യോർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്ന. ആ ഒരു യോക്കിൽ വരുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഇവിടെ പ്രിന്റുകൾ പോകുന്നുണ്ട്. പ്ലസ് ആ ഒരു സെയിം വർക്ക് തന്നെ ആപ്ലിക് വർക്കായിട്ട് ഇവിടെ ഷോളിലും സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സെയിം തന്നെയാണ് പ്രിന്റുകളും ഇവിടെ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഷോൾ വരുന്നത്. ഷോളിന്റെ എല്ലാ സൈഡിലും ഇതുപോലെ ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ്. നമുക്ക് നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കാരണം നല്ല കോട്ടൺ ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂടൊക്കെ ആകുമ്പോഴേക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യുകയും ചെയ്യാം. ഷോളിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഷോളിന്റെ ബോർഡറിലേക്കും വരുന്നത്. 2.35 ആണ് ഷോളിന്റെ ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നതും ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്നത്. കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1440 ആണ്. നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് എല്ലാം നമ്മുടെ ഷെയ്ഡുകൾ വരുന്നത് ബേസ് ആയിട്ട് ഓഫ് വൈറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. അതിനകത്തൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ചുറ്റും വരുന്നത് ആ ഒരു പ്രിന്റുകളാണ് കേട്ടോ. ഈ ഔട്ട്ലൈൻ വരുന്നത് പ്രിന്റുകളാണ്. ഇത് ഒരു മെറ്റീരിയൽ തന്നെ ആപ്ലിക് വർക്കായിട്ട് ചെയ്തേക്കുന്നത്. ഇതാ എൻഡ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ കൊടുത്ത് ഫിനിഷ് ചെയ്യുന്നു. ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ ഷോൾ വരുന്നത് ഇതുപോലെ ഷോളിലും സ്കാറ്റേഡ് ആയിട്ടെല്ലാം ആ ഒരു ചെറിയ ആപ്ലിക് വർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രിന്റുകളും വരുന്നുണ്ട്. എങ്ങനെയാണ് കേട്ടോ ഷോൾ വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെയാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ആ ഒരു സെന്ററിലേക്ക് വരുന്നത് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ, ഒരു ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലാണ്. എല്ലാത്തിലും ആ ഒരു മിറർ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ബേസ് ആയിട്ട് എല്ലാം ഓഫ് ആയിട്ട് തന്നെ വരുന്നു. നല്ല ഭംഗിയുള്ള ഹക്കോബയുടെ പാറ്റേൺ ആണ് വരുന്നത്. ഇതിന്റെയും എൻഡ് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഷോൾ വരുന്നതും ഇതുപോലെ ഷോളിലാണെങ്കിലും ആ രണ്ട് കോമ്പിനേഷൻ ആണ് എപ്പോഴും എല്ലായിടത്തും വരുന്നത്. ഒരു ഗ്രീനിന്റെയും യെല്ലോയുടെയും കോമ്പിനേഷൻ നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഷോളിന്റെ എൻഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. ആ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക് തന്നെയാണ് ബോട്ടം വരുന്നത്. ഇതിനകത്ത് ബോട്ടം വരുന്നത് സ്ലബ് ആണ് കേട്ടോ. സ്ലബ് സിൽക്ക്, കോട്ടൺ സിൽക്ക് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. അല്ലാതെ ഹക്കോബയുടെ പാറ്റേണിലും വ്യത്യാസം വരുന്നുണ്ട്. അതുണ്ടോ, നേരത്തെ നമ്മൾ കണ്ടതിലും ഡിഫറെന്റ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. സെൻട്രലിലെ വർക്ക് വരുന്നത് ഇതുപോലെ. അതിൻ്റെ ഉള്ള ആ രണ്ട് കോമ്പിനേഷനും പിന്നീട് ആ ഒരു മിറർ വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഔട്ട്ലൈൻ മെറൂൺ കളർ ഷെയ്ഡിലും കൊടുക്കുന്നുണ്ട്. ദാമൻ ഏരിയയിൽ വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോൾ വരുന്നതും ഇതുപോലെ. ഷോളിലാണെങ്കിലും ആ ഷെയ്ഡുകളാണ് കോമ്പിനേഷൻ കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട്. ഷോളിന്റെ എൻഡിലും രണ്ട് സൈഡിലേക്കും ആ ഒരു ബോർഡർ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. എല്ലായിടത്തും എല്ലാ സൈഡ്സിലേക്കും ആ ഒരു ലേസും കൊടുക്കുന്നുണ്ട്. ഇതിനകത്തും ബോട്ടം വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ പ്രൈസ് സെയിം ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇത്ര നേരം കണ്ടാലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. ഇതും ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെ വരുന്നു. ഹക്കോബ പാറ്റേൺ ആണ് വരുന്നത്. യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഒരു റാണി പിങ്കിന്റെയും ഒരു ബ്രൗൺ ഷെയ്ഡിന്റെ യെല്ലോ ഷെയ്ഡിന്റെ എല്ലാം കൂടെ കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. സെന്ററിൽ ഇതുപോലെ രണ്ട് ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഹക്കോബയാണ് പാറ്റേൺ വരുന്നത്. നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ ദാമൻ ഏരിയയിൽ ഇതുപോലെ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അത് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതിന്റെ ബോട്ടം വരുന്നതും ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഷിഫോൺ ഷോളാണ് ഇതിനകത്ത് വരുന്നത്. ഷോളിൽ ചെയ്തേക്കുന്നത് ആ ഒരു യോക്കിൽ വരുന്ന ആ ഒരു വർക്കിന്റെ ഒക്കെ തന്നെ കോമ്പിനേഷനിൽ ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്.
നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, കോർണറിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഷോൾ വരുന്നത്, ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഷോൾ വരുന്നത്, ഷിഫോൺ ഷോളാണ് കേട്ടോ. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1160 അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിലും കുറച്ച് കളർ കോമ്പിനേഷൻ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇതിനകത്തൊരു ബ്ലൂ കളറിന്റെ ഒരു പീച്ച് കളറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇങ്ങനെ ബാക്കി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബോർഡർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം വരുന്നതും സെയിം ടോണിലേക്ക് തന്നെ ഇതുപോലെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നു. ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് തന്നെ. ഷോൾ വരുന്നത് ഇതുപോലെ ഷിഫോൺ ഷോൾ ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. എങ്ങനെ വരും കേട്ടോ. ഇതിന്റെയും പ്രൈസ് വരുന്നത് സെയിം ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ DC സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ, കോഡ് നമ്പർ ഉണ്ടാവും സൈഡിലായിട്ട്. ആ ഒരു നമ്പർ വാട്സ്ആപ്പ് ചെയ്താലും മതി കേട്ടോ. പറ്റുന്നവർക്കെല്ലാം വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. താലിയ കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.